ആദ്യ കളക്ഷൻ പ്രകമ്പനം എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെയാണ്. നമ്മുടെ അമീൻ, സാഗർ, ഗണപതി എന്നിവർ അഭിനയിച്ച സിനിമയാണ്. എന്തായാലും സിനിമയിലെ 14 ദിവസത്തെ കളക്ഷൻ പരിശോധിക്കാൻ നമുക്ക്. 14ാമത്തെ ദിവസം സിനിമയ്ക്ക് 23 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ടോട്ടൽ അങ്ങനെ 14 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 10,40,00,000 ടോട്ടൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രകമ്പനം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് 14 ദിവസം കൊണ്ട്. മറ്റൊരു സിനിമയാണ് ആശകളായിരം എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ജയറാം, കാളിദാസ് ജയറാം എന്നിവർ അഭിനയിച്ച സിനിമ. എന്തായാലും പടത്തിന്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ പടം റിലീസ് ചെയ്തിട്ട് ഒരാഴ്ച ആയിരിക്കുകയാണ്, 7 ദിവസം ആയിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് 7ാമത്തെ ദിവസം 18 ലക്ഷമാണ്. ടോട്ടൽ 7 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 4 കോടിയാണ് കാണാൻ സാധിക്കുന്നത് കേരളത്തില്. മറ്റൊരു സിനിമയാണ് അനോമി എന്ന് പറഞ്ഞ ഭാവന അഭിനയിച്ച സിനിമ. സിനിമേന്റെ 7 ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 7ാമത്തെ ദിവസം 8 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ 7ാമത്തെ ദിവസം സിനിമയ്ക്ക് ടോട്ടൽ 1,61,00,000 പടത്തിന്റെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു സിനിമയാണ് നമ്മുടെ ഇന്ദ്രൻസ് അഭിനയിച്ച ആശാൻ എന്ന് പറഞ്ഞ സിനിമ. സിനിമ റിലീസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 8 ദിവസം ആവുകയാണ്. സിനിമേന്റെ 8ാമത്തെ ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 2,60,00,000. അങ്ങനെ ടോട്ടൽ സിനിമ 8 ദിവസം കൊണ്ട് 1,30,00,000 കളക്ഷൻ കാണാൻ സാധിക്കും. വളരെ ഒരു ആവറേജ് ആയ ഒരു പെർഫോമൻസ് തന്നെയാണ് സിനിമ ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുന്നത്. മറ്റൊരു സിനിമയാണ് വലത്തുവശത്തെ കള്ളൻ. എന്തായാലും 3ാമത്തെ ആഴ്ചയിലോട്ട് പോവുകയാണ് വലത്തുവശത്തെ കള്ളൻ. എന്തായാലും 14ാമത്തെ ദിവസം സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്ന ഓൾമോസ്റ്റ് 2,50,00,000. ടോട്ടൽ 14ാമത്തെ ദിവസം കൊണ്ട് സിനിമയ്ക്ക് ടോട്ടൽ കേരളത്തിൽ 5,72,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു സിനിമയാണ് ചത്താപ്പാച്ച എന്ന് പറഞ്ഞ സിനിമ. പടം റിലീസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 22 ദിവസം ആവുകയാണ്. എന്തായാലും പടം ഉടൻ തന്നെ OTT റിലീസിന് പോകുന്നതാണ് നെറ്റ്ഫ്ലിക്സ് ആയിട്ട്. എന്തായാലും സിനിമയ്ക്ക് 22ാം ദിവസം കേരളത്തിൽ 1 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ടോട്ടൽ സിനിമ 22 ദിവസം കൊണ്ട് 17,37,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ ചത്താപ്പാച്ച സിനിമേന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് മറ്റു സിനിമകളുടെയും കളക്ഷനായിട്ട്. പക്ഷേ എല്ലാവരും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ.